മക്കളെ നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. എടാ നമ്മൾ എക്സാം ഇതാ ഇങ്ങ് അടുക്കാറായി. അപ്പോൾ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്? അഭിപ്രായക്കുറിപ്പ്. എടാ നമ്മുടെ എക്സാമിന് അഭിപ്രായക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അഭിപ്രായക്കുറിപ്പ് എഴുതേണ്ടത്? നമ്മൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അഭിപ്രായക്കുറിപ്പ്. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. അപ്പം നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഏത് രീതിയിലാണ് എഴുതാന്നുള്ളതാണ് ഈ മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അഭിപ്രായം തയ്യാറാക്കുക. അപ്പം ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അഭിപ്രായം വ്യക്തമായും ശക്തമായി പ്രകടിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുക. പ്രശ്നത്തോടുള്ള നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. വാക്യത്തിന്റെ ഘടനയിൽ വ്യക്തത, ചിഹ്നം എന്നിവ കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ, അക്ഷരത്തെറ്റില്ലാതെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ അവർ ശ്രദ്ധിക്കും, ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ മിസ്സേ ശ്രദ്ധിച്ചോളൂ, ഞങ്ങൾ അക്ഷരത്തെറ്റില്ലാതെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം. ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകുന്ന സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളോടുള്ള ചോദ്യമാണ്, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ യോജിക്കുന്നവരുണ്ടായിരിക്കും, യോജിക്കാത്തവരുണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി നോക്കിയാലോ. ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകിയ സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. ഗോവർദ്ധന് അവർ അഭയം നൽകി എന്നത് ഇതിന് ഉദാഹരണമാണ്. ആദ്യം ഭയന്നുവെങ്കിലും അവൾ അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും നൽകി. ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടത്തിലും അഭയാർത്ഥിയായി വന്ന ഗോവർദ്ധനെ അവർ സംരക്ഷിക്കുന്നു. കൊടിയ ദുരിതങ്ങൾക്കിടയിലും നന്മയുടെ കണിക അവളുടെ മനസ്സിൽ കെടാതെ എരിയുന്നുണ്ട് എന്ന് നമുക്ക് പ്രവർത്തിയിലൂടെ മനസ്സിലാക്കാം. അപ്പൊ മക്കളെ ഇവിടെ എന്താണ് നമ്മളുടെ അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതേണ്ടത് ഏത് രീതിയിലാണെന്ന് മിസ് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു സബ്ജക്റ്റ് തരുമ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കുക. അത് തെളിയിക്കാനുള്ള ഒരു പ്രവർത്തനമാണിത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും മക്കളെ ബൈ.